ഫോറസ്റ്റിൽ കൂടി ഇങ്ങനെ പോവുക, മാത്രമേ നമ്മളെ സംബന്ധിച്ചിട്ടുള്ളൂ. ദൂരം ഫോറസ്റ്റിൽ കൂടി ഇപ്പോൾ ഡീപ്പ് ഫോറസ്റ്റാണ്. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം. മഴ പെയ്തുകൊണ്ട് നല്ല ഫ്രഷായിട്ട് ഇപ്പോൾ ഉണ്ട്, എല്ലാം നല്ല പച്ചപ്പായിട്ട് ഇപ്പോൾ ഉണ്ട്, എല്ലാം നല്ല പച്ചപ്പാണ്. അപ്പോൾ അവിടേക്ക് നോക്കുമ്പോഴും കാണാം നല്ല മുകളിൽ എന്ത് സാധനം ചെയ്യും. തേക്കാണ് കൂടുതൽ. അവിടെ ഒരു നീർമാടൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ. ആരോ കണ്ടാണ്, പക്ഷെ അത് പൊളിച്ച് മാറ്റി. പൊളിഞ്ഞു പോയതാണോന്നറിയില്ല. വലിയൊരു മരം കണ്ടപ്പോൾ ആരോ റോഡ് സൈഡിൽ നീർമാടം പറഞ്ഞ് വെച്ചു. ഇന്ത്യകളിലായിരുന്നു നല്ല രസം. ഇവിടെ വെച്ചായിരുന്നു. ആന ചവിട്ടി വളച്ചാണെന്ന് തോന്നണേ. ആന ഇറങ്ങണ വഴിയുണ്ട്, ആ പൈപ്പൊക്കെ അവിടെ ആന ചവിട്ടി വളച്ചാണെന്ന് തോന്നണേ. അല്ലാതെ എങ്ങനെ ഇരിക്കുമല്ലോ, ആന പോകുന്ന വഴിയാണ്. ഇവിടെ ഞങ്ങളിപ്പോൾ അത് നിശബ്ദമായ ഏരിയല്ലേ, അപ്പോൾ ഇത്തിരി ഒച്ചയിൽ സംസാരിച്ചാലും അത്യാവശ്യം കിട്ടും. ഈ സൈഡിൽ നിന്ന് തന്നെ എടുക്കാം. അല്ലെന്ന് വെച്ചാൽ ലൈറ്റ് ആ ഭാഗം പടിഞ്ഞാറാ വശം, നമ്മൾ കിഴക്ക് ഇവിടെ റൈറ്റ് സൈഡും പടിഞ്ഞാറ് ഈ ഭാഗത്താണ്. അതുകൊണ്ട് ലൈറ്റ് ആ ഭാഗത്താണ്. വൈകിട്ടായതുകൊണ്ട് നമുക്കത് 4 മണിയായി. വേണമെങ്കിൽ ഫ്രണ്ടിലേക്ക് എടുക്കാം ക്യാമറ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ എടുത്തെടുത്ത് ലൈറ്റ് ഇപ്പം അങ്ങോട്ടാണ്, ഇവിടെ എടുത്തിട്ട് കാര്യം അങ്ങോട്ട് എടുക്കും. ഇവിടെ നിർത്താമോ എന്നറിയില്ല. ആനയൊക്കെ ഇറങ്ങണ സ്ഥലമാണേ. അല്ല, അവിടെ ബോർഡുണ്ട് ആന ഡീപ്പ് ഫോറസ്റ്റ്. അപ്പോൾ കുറച്ച് ഫ്രണ്ട് കാണിച്ചെടുക്കാം. ശ്രദ്ധ പോയാൽ പോയി. അങ്ങനെ പ്രശ്നമുണ്ട്. ക്യാമറയിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ പോയി. പെട്ടെന്ന് ആ സൈഡിലോട്ട് പോകും, ഒന്നും അറിയില്ല. കൊക്കയാണെങ്കിൽ ഞാൻ അതോടും പോകും. ഇതൊക്കെ ലെവലാണോന്ന് അറിയാൻ സ്പോട്ട് അതിൻ്റെ മുമ്പിൽ വന്നിരിക്കും. നമുക്കത് ആണെന്നില്ല. ഓ, ഇങ്ങോട്ട് കയറ്റണം. അമ്പമ്പോ അങ്ങോട്ട് തൂങ്ങണം, ഇങ്ങോട്ട് കയറ്റം. ആ തൂങ്ങി പോയി തോന്നുന്നു. അപ്പോൾ നല്ല ഇറക്കമുണ്ട് അങ്ങോട്ട്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നല്ല സുഖമായിരിക്കും. ഈ ഇറക്കം മുഴുവൻ ചവിട്ടി കയറ്റണം എന്ന് വെച്ചാൽ കയറ്റം. അപ്പം ഞങ്ങൾ ശരിക്കും കഷ്ടപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ശരിക്കും തേക്ക് കാടും മറ്റുമായിരുന്നു. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ കൂടി പോകാൻ പറ്റും. ഇവിടെയൊക്കെ എന്തോ ആളുകൾ അവിടെ ഗോൾഫാണ്, എന്താണ് സംഭവം കാണാൻ പറ്റില്ല. അപ്പുറത്ത് പോയി കാണാൻ പറ്റും. നോട്ടട്ടാ, ഒരു മിനിറ്റ്. പോസ്റ്റല്ല, ഇവിടെ എന്തൊരു വഞ്ചിയൊക്കെ ഉണ്ടാക്കി വെച്ചോ. എന്താ സംഭവം? ഇതാണ് ഇനി
ഇതായിരിക്കും. ഇതല്ല ഇവിടെ ആളുകളെന്തൊക്കെയോ മീൻ പിടിക്കും. ആൾക്കാർ ആ ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട്. ഇനി അതിലേ വന്നിട്ട് ഇറങ്ങി വന്നാണോന്ന് അറിയില്ല കേട്ടോ. ഇവിടെയാണെന്ന് തോന്നണം. അതിലേ വന്നിട്ടേ അവിടെ അവർ തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. ചെറിയ മീൻ കാര്യങ്ങളല്ല ഇതന്നെയൊന്നും ഉള്ളത്. അപ്പുറത്ത് ടിക്കറ്റ് എടുത്ത് കയറിയിട്ട് ഇങ്ങനെ വന്നൊക്കെയാണ്. ഒരു പുൽമേട് പോലെ ആക്കി വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ഭാഗത്ത് എവിടെയാണ് അതിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോകണമെന്ന് തോന്നുന്നു. ഈ ലെഫ്റ്റ് സൈഡ് അവിടെ നിന്നാണ് ആൾ വന്നെ കാണുന്നത്. അത് നോക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡാണെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോണ്ട് എന്താ ഉദ്ദേശിക്കണമെന്നറിയില്ല. ഞാൻ പുൽമേട് കാണാൻ വേണ്ടി പോകണമെന്നറിയില്ല. നേരെ പോയി നോക്കാം. ആയിരിക്കും അയാൾ അവിടെ നിന്ന് പോയി നോക്കിയിട്ട് നമ്മൾ നടന്നുകൊണ്ട് ആവശ്യമില്ല. സൈക്കിളിനല്ലേ. എന്താ സംഭവം എന്നറിയില്ല. റോഡ് മോശമാണ്. റോഡായ കച്ചറാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് ആരും അങ്ങനെ പോകില്ല. നടന്നു പോകുന്ന വഴിയാണ്. അവിടെ എന്തോ ഒരു അവിടെ ഒരു അരുവി എന്തുണ്ട് പുഴ സംഭവം. നമുക്ക് വേണമെങ്കിൽ കയറാം. നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഇത് ആനേനെ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സ്ഥലം തോന്നുന്നുണ്ടോ? വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആനേനെ എന്തോ പ്രത്യേകമുണ്ട്. ആനേനെ കുളിപ്പിക്കുന്ന സ്ഥലമാണെന്നറിയില്ല. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു അരുവി. ഓക്കെ, നടന്നില്ല. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. മുകളിലേക്ക് ലൈറ്റ് പോണേന് പോയി. അപ്പം നമ്മൾ തട്ടേക്കാട് വന്നിട്ട് ഗതി മാറിപ്പോയതുകൊണ്ട് അർത്ഥമില്ല. അവിടെ പെട്ടെന്ന് കണ്ടപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ നോക്കിയാലും കാണാൻ പറ്റും. അങ്ങോട്ട് ഇറങ്ങിപ്പോകണം നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഈ എറണാകുളം ഭാഗത്തു നിന്ന് തന്നെയുണ്ട് ഇഷ്ടം പോലെ കായലും തോടും എല്ലാം ഉള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇതിപ്പോൾ ഒരു വനപ്രദേശത്തിൻ്റെ അടുത്താണ്. അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നോക്കിക്കഴിയുമ്പോഴുള്ളൊരു രസം. ഞാൻ കുറച്ചുകൂടി പോട്ടെ. നല്ല തീരം കാണാൻ പറ്റും. അങ്ങോട്ട് ലൈറ്റ് അതുകൊണ്ടേ കിട്ടാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ കാണാം കുറച്ച്. നമ്മളിപ്പോൾ ലൈറ്റ് ഉള്ളപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ. മറ്റേ ക്യാമറ എടുക്കേണ്ടിയിരുന്നു. ഇതിലെത്രത്തോളം ആവുമെന്നറിയില്ല. അതൊക്കെ ഒരു പ്രദേശമാണ്. അതുപോലെ തന്നെ അപ്പുറത്തുണ്ട് ആ സൈഡാകുമ്പോൾ ലൈറ്റ് കിട്ടും. അങ്ങനെ മലഞ്ചെരിവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. മറ്റേ ക്യാമറയിൽ പറ്റുമെന്ന് നോക്കാം. അതാകുമ്പോൾ ഇച്ചിരി കൂടി ഇവിടെ കാറ്റുണ്ട്, അതുകൊണ്ട് ശബ്ദം കിട്ടില്ല. ഇതിൻ്റെ സൈഡിൽ മൈക്കായതുകൊണ്ട് കുഴപ്പമില്ല.
എന്തായാലും കുറച്ചും കൂടി ഉണ്ട്. ലൈറ്റ് വേണതിന് മുമ്പ് കുറച്ച് ഷൂട്ട് ചെയ്യാലോ എന്ന രീതിയിൽ. സത്യത്തിൽ ഇതേതാ പലന്നറിയില്ല. നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തിനാണ് ആളുകൾ ഈ തായ്ലൻഡിലോട്ടൊക്കെ പോകണമെന്നൊരു പിടിയില്ല. തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങൾ, മലേഷ്യ, എന്നും ശ്രീലങ്ക, ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ പോകും. നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി രമണീയത തന്നെയല്ല എല്ലായിടത്തും ഇതൊക്കെ തന്നെ, വേറൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട്, ഫ്രഷ് ഉണ്ട്, എല്ലാ മരങ്ങളും എല്ലാം നല്ല. ഇത് നല്ല ലൈറ്റിങ് വന്നിട്ടുണ്ട്, അതാണ്. ഇവിടെ കാറ്റുള്ളതുകൊണ്ടേ ശബ്ദം കിട്ടാൻ പാടാണ്. വനപ്രദേശത്തിൻ്റെ അരികിൽ ചേർന്നിട്ടുള്ളൊരു ആറ്. ഇത് ഏതാ ആറെന്നൊരു പിടിയില്ല, നോക്കണം, ഗൂഗിളിലുണ്ടാവും. ഓക്കെ. വണ്ടി പോയ രക്ഷിത. പക്ഷെ പിള്ളേരാണ്. അതിനകത്തോട്ടൊക്കെ ഇറങ്ങണ്ട്, അതൊന്നും ശരിയല്ല, ഇറങ്ങാൻ പാടില്ല. അങ്ങനെ സന്തോഷിക്കാൻ വരുന്നത് സന്തോഷിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ അത് അപകടം വിളിച്ചു വരുത്തും. ആവശ്യമില്ലാത്ത പരിപാടിയാണ്. എന്താ, ഒരാളിറങ്ങും, മറ്റേ ആളിറങ്ങും, കുറച്ചും കൂടി ഇറങ്ങും. അങ്ങനെ ഇറങ്ങി ഇതിൻ്റെ ആഴം നമുക്കൊരു ഊഹം പോലും കിട്ടില്ല. ഇതിൻ്റെ ഒന്നും ആഴമൊന്നേ നമ്മൾ ഊഹിക്കുന്നതിൽ അപ്പുറം ഇരിക്കും. കാല് വഴിച്ചാൽ താഴോട്ടാവും, തീർന്നു. വണ്ടി പോയ പാലം ഭയങ്കര കുലുക്കുക. ഇതൊക്കെ അങ്ങനെ സാഹസികതയൊന്നും കാണിക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ല. നമുക്കറിയാത്ത സ്ഥലങ്ങളൊന്നും സാഹസികത കാണിക്കരുത്. ആരെങ്കിലൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോയിക്കോളും, കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമാണ്. ഇതപ്പോൾ അങ്ങോട്ട് ലൈറ്റ് ആണ്ട് കിട്ടില്ല.